السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. ولما جهزهم بجهازهم قال ائتوني بأخ لكم من أبيكم ألا ترون أني أوفي الكيل وأنا خير المنزلين فإن لم تأتوني به فلا كيل لكم عندي ولا تقربون. قالوا سنراود عنه أباه وإنا لفاعلون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മഹാനായ ആ പ്രവാചകന് പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈജിപ്തിന്റെ ഭരണ നേതൃത്വത്തിലുള്ള ധനകാര്യ വകുപ്പിന്റെ ചുമതല അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹത്തിന് ലഭ്യമായി എന്നും തനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയും എന്ന ഉത്തമമായ ബോധ്യത്തോടെ ഏറ്റെടുത്ത ആ ഒരു പ്രത്യേകമായ വകുപ്പിന്റെ പുരോഗതിക്കാവശ്യമായ നിയമ നടപടികളൊക്കെ അദ്ദേഹം ആ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം തന്നെ വിശദീകരിച്ചു കൊടുത്ത സ്വപ്നത്തിന്റെ ഒരു പുലർച്ചയെന്നോണം ഈജിപ്തിൽ സുഭിക്ഷമായ നിലക്ക് വിഭവങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുമൊക്കെ ലഭ്യമാകുന്ന രൂപത്തിൽ 7 വർഷം ഏറ്റവും നല്ല നിലക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും ഉൽപ്പന്നങ്ങളുമൊക്കെ വിളവുകളായി ലഭിക്കുകയുണ്ടായി. ആ 7 കൊല്ലം വളരെയേറെ സമൃദ്ധമായ നിലക്ക് കിട്ടിയ വിഭവങ്ങളെ ദൂർത്തടിച്ച് കളയാതെ ആവശ്യത്തിന് മാത്രം അദ്ദേഹം ചെലവഴിക്കുകയും ബാക്കി വരുന്നവയെ വരും കാല ക്ഷാമകാലത്തേക്ക് വേണ്ടി സംഭരിച്ചു വെക്കുകയും ചെയ്യുന്ന നിലപാടാണ് യൂസുഫ് അലൈഹിസ്സലാം എന്ന ബുദ്ധിമാനായ ആ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മേധാവി ആ രാജ്യത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച വളരെ രൂക്ഷമാവുകയും ആ വരൾച്ച ഈജിപ്തിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം പടർന്നു പിടിക്കുകയും ചെയ്തു. ഈജിപ്തിലാവട്ടെ ഇങ്ങനെ ഈ കരുതൽ നടപടി സ്വീകരിച്ചതുകൊണ്ട് 7 കൊല്ലത്തെ അവർക്ക് ലഭ്യമായിട്ടുള്ള സമൃദ്ധമായ വിളവില്ലെന്നവർ ശേഖരിച്ചു വെച്ചതുകൊണ്ട് വലിയ പ്രയാസമില്ലാത്ത നിലക്ക് ഈ രാജ്യത്ത് നിന്ന് ഭക്ഷണ സാധനങ്ങളും ധാന്യങ്ങളുമൊക്കെ വിതരണം ചെയ്യുവാൻ മഹാനവറുകൾക്ക് സാധിച്ചു. പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം വാർത്തകൾ കേട്ടറിഞ്ഞ ആളുകൾക്ക് മനസ്സിലായി ഈജിപ്തിൽ ഒരു നല്ലവനായ വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകും. അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം എവിടെ നിന്നാണോ കിണറ്റിൽ എറിയപ്പെട്ടത് ആ ജന്മദേശമായ കൻആൻ, അവിടെയാണ് തന്റെ പിതാവായ യാക്കൂബ് അലൈഹിസ്സലാമും സഹോദരങ്ങളുമൊക്കെയുള്ളത്. ആ നാട്ടിലും വറുതി വളരെ രൂക്ഷമായി. കൻആൻ വാസികളായ ആളുകൾക്കും
ഒരഭയകേന്ദ്രമായി ചെന്ന് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടാനുണ്ടായിരുന്ന ഏക സ്ഥലം ഈജിപ്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ദൂരദേശങ്ങളിൽ വരുന്ന ആളുകൾക്കും യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിൽ വെച്ച് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ആളെണ്ണം നോക്കിയിട്ട് അവര് വരുന്ന ഒട്ടകപ്പുറത്ത് ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന നിലക്കുള്ള ഭക്ഷ്യധാന്യങ്ങളാണ് മഹാനവറുകൾ വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തത്. അങ്ങനെ ഈ വിവരം കേട്ടറിഞ്ഞ് കൻആൻ നിവാസികളായ അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പഴയ തറവാട്, അവിടെയുണ്ടായിരുന്ന ആളുകൾ യാക്കൂബ് അലൈഹിസ്സലാം മനസ്സിലാക്കി ഈജിപ്തിൽ ഇങ്ങനെ ഒരു സംരംഭമുണ്ട്, അവിടേക്ക് പോയാൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കും, അതുകൊണ്ട് തന്റെ 10 മക്കളെയും പറഞ്ഞുവിടാം, 10 മക്കൾക്ക് പേരിലുമുള്ള റേഷൻ അതല്ലെങ്കിൽ വിഭവങ്ങൾ കിട്ടുമല്ലോ. ബിന്യാമീനെ ഏതായാലും വിട്ടില്ല. അത് വാപ്പക്ക് മുമ്പേയുള്ള ആ ഒരു മാനസികമായ പ്രയാസം നിലനിൽക്കുകയാണ് എന്നർത്ഥം. അങ്ങനെ ഈ 10 സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. ആരാണ് ഈ 10 ആളുകൾ? മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ തന്നെ സഹോദരങ്ങൾ. ഒരു ഉമ്മയിൽ പറന്ന 10 ആളും മറ്റൊരു ഉമ്മയിലുള്ള 2 പേരുമാണ്. അങ്ങനെ 12 മക്കളാണല്ലോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനുള്ള 12 മക്കൾ. അങ്ങനെ ആ സഹോദരങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുവാൻ വേണ്ടി വറുതിയും ക്ഷാമവും കൊണ്ട് പൊറുതിമുട്ടുന്ന കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക് വരികയാണ്, സംഭവങ്ങളൊന്നും അറിയാതെ. അവിടെ മുതൽക്കാണ് ഇനി അല്ലാഹു ആ സംഭവം പറഞ്ഞു തുടങ്ങുന്നത്. وجاء إخوة يوسف فدخلوا عليه فعرفهم وهم له منكرون. وجاء إخوة يوسف, യൂസുഫ് അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ വന്നു. ഫദഖലു അലൈഹി, അവർ യൂസുഫ് അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പ്രവേശിച്ചു. അവര് പ്രവേശിച്ച ഉടനെ തന്നെ അല്ലാഹു പറയാണ് ഫഅറഫഹും, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ ശരിക്കും തിരിച്ചറിഞ്ഞു. ഏതോ കാലഘട്ടത്തിൽ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് യൂസുഫ് ഒരു ബാലനായിരിക്കെ തന്റെ ഇക്കാക്കമാര്, സഹോദരന്മാര് കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് കിണറ്റിലേക്കിട്ട് പോയതാണ്. അന്ന് കണ്ടതാണ് ആ 10 ഇക്കാക്കമാരുടെയും മുഖം. പക്ഷേ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് തന്റെ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. അതേ അവസരത്തിൽ വഹും ലഹു മുൻകിറൂൻ, ആ സഹോദരങ്ങൾക്കാകട്ടെ അദ്ദേഹത്തെ മനസ്സിലായതുമില്ല, ഒരു പിടുത്തവും കിട്ടിയില്ല. സഹോദരങ്ങൾക്കൊന്നും മനസ്സിലായില്ല. കാരണം ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയനാകും. അങ്ങനെയാണല്ലോ നമ്മൾക്കൊക്കെ. ഒരു ചെറിയൊരു കുട്ടിയെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട വലിയ ആളുകൾക്ക് അക്കുട്ടിയെ തിരിച്ചറിയാൻ കഴിയൂല. അതേ അവസരത്തിൽ കുട്ടി മുതിർന്നയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര മുതിർന്നാലും ഈ കുട്ടിയാളെ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള പ്രകൃതിപരമായ കാരണങ്ങളാലും അല്ലാത്ത തൗഫീഖിനാലും ഒക്കെ യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ തിരിച്ചറിഞ്ഞു. അവർ യൂസുഫ് അലൈഹിസ്സലാമിനെ തിരിച്ചറിഞ്ഞതുമില്ല. അങ്ങനെ അവർ ഭക്ഷ്യധാന്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണല്ലോ. അങ്ങനെ അവരെ സംബന്ധിച്ച് ഭക്ഷ്യധാന്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ കുറിച്ചൊക്കെ വന്ന ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ തീരുമാനിക്കണം. അങ്ങനെ വളരെ തന്ത്രപരമായി മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഈ വന്ന ആളുകളോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എവിടുന്നാണ് വരുന്നത്, ആരൊക്കെയാണ് വീട്ടിൽ ഇനി അവശേഷിപ്പുള്ളത്, ആരൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ മെമ്പർമാര് എന്നൊക്കെ വളരെ കൃത്യമായി അവരോട് ഇവർക്കൊന്നും മനസ്സിലാകാത്ത നിലക്ക് തന്നെ ചോദിച്ചറിഞ്ഞു. അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വൃദ്ധനായ പിതാവുണ്ട്, ഉമ്മുണ്ട്, അതുപോലെ തന്നെ ഒരു അനിയനുണ്ട്. ആ അനിയൻ വേറൊരു അനുജനും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 12 മക്കളായിരുന്നു. അതിൽ ഒരു അനുജൻ ചെറുപ്പത്തിലെ കാട്ടിലേക്ക് വന്നപ്പോ അവിടുന്ന് വഴിതെറ്റിപ്പോയിട്ട് നഷ്ടപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതേ അവസരത്തിൽ വേറൊരു അനുജനുണ്ട്. ആ അനുജനെയും ഉപ്പ അങ്ങനെ എവിടേക്കും പറഞ്ഞു വിടൂല. അതുകൊണ്ടാണ് ഞങ്ങളെ കൂടെ പറഞ്ഞു വിടാറ്, ഞങ്ങളങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടുകൂടി ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ പുതുമയോടുകൂടി ഈ നാട്ടുകാർ അവർക്ക് ഭക്ഷണം കിട്ടണമല്ലോ, അതുകൊണ്ട് ഇത്ര മെമ്പർമാര് വീട്ടിലുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയും ആളുകൾക്കുള്ള റേഷനാണല്ലോ കൊടുക്കുക.
അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി മഹാനവറുകൾ അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങളെല്ലാം കൃത്യമായി ഒരുക്കി കൊടുത്ത് പറഞ്ഞയക്കുന്ന നേരത്ത് അള്ളാഹു പറയാണ്, വലമ്മാ ജഹ്സഹും ബിജഹാസിഹിം ഖാല ഉതൂനി ബിഅഖിൻ ലക്കും മിൻ അബീകും അലാ തറൗന അന്നീ ഊഫിൽ കൈല വഅന ഖൈറുൽ മുൻസിലീൻ. വലമ്മാ ജഹ്സഹും, അദ്ദേഹം അവരെ ഒരുക്കി അയച്ചപ്പോൾ, ബിജഹാസിഹിം, അവരുടെ ഒരുക്കത്തിനുള്ള ആ സാധന സാമഗ്രികളും ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ഒരുക്കി അയക്കുന്ന നേരത്ത്, ഖാല, പോകുന്ന നേരത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു അവരോട്, ഇഅ്തൂനി ബിഅഖിൻ ലക്കും മിൻ നബീകും, നിങ്ങൾക്ക് ബാപ്പയത്ത വേറൊരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, ഇനി വരുമ്പോൾ ആ സഹോദരനെയും കൂട്ടി വരണം. നിങ്ങൾ പറയുന്നത് നേരാണോ എന്ന് എനിക്കുമെന്നറിയണമല്ലോ. 11 ആളുകൾക്കുള്ള റേഷനാണല്ലോ കൊണ്ടുപോകുന്നത്, ബാപ്പയും ഉമ്മയും വേറെയും ഉണ്ടെന്നല്ലേ. അതുകൊണ്ട് ഇപ്പൊ വരുമ്പോ നിങ്ങൾ ആ അനുജനെയും കൂട്ടി വരണം, ആ സഹോദരനെയും നിങ്ങൾ കൂട്ടി വരണം. അലാ തറൗന, നിങ്ങൾ കാണുന്നില്ലേ, അന്നീ ഊഫിൽ കൈല, ഞാൻ നിങ്ങൾക്ക് എത്ര മാന്യമായിട്ടാണ് അളവുകൾ പൂർത്തിയാക്കി തന്നത്. വഅന ഖൈറുൽ മുൻസിലീൻ, ഞാൻ വളരെ ആതിഥ്യ മര്യാദ നിങ്ങളോട് കാണിച്ചില്ലേ, എത്ര വളരെ മാന്യമായിട്ടാണ് ഞാൻ നിങ്ങളെ സ്വീകരിച്ചിപ്പോൾ ഒരുക്കി അങ്ങ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആവശ്യം ഇനി വരുമ്പോ മറന്നു പോകരുത്. ഫഇല്ലം തഅ്തൂനി ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഒന്ന് പ്രസ് ചെയ്ത് പറയാണ് മഹാനവറുകൾ. കാരണം യൂസുഫ് അലൈഹിസ്സലാമിന് അറിയാലോ, ബാപ്പന്റെ അടുക്കൽ നിന്ന് പെട്ടെന്നൊന്നും അനുജനെ വിട്ടുകിട്ടൂല. ബാപ്പക്ക് ബെന്യാമീനോടുള്ള മനോഭാവം എന്താണെന്ന് ജ്യേഷ്ഠനായ യൂസുഫ് അലൈഹിസ്സലാമിനും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠന്മാരോട്, സഹോദരന്മാരോട് വളരെ കണിശമായി പറയാണ്, അവിടെ പോയി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. ഫഇല്ലം തഅ്തൂനി ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ, ഫലാ കൈല ലക്കും ഇൻദീ, എന്റെ അടുക്കൽ ഇനി നിങ്ങൾക്ക് അളന്നു തരുന്ന പ്രശ്നമേ ഇല്ല, ഭക്ഷണം കിട്ടൂല. ഇനി വരുമ്പോ ഞാൻ ഭക്ഷണം തരൂല. അതുകൊണ്ട് അത് കിട്ടണമെങ്കിലുള്ള ഷർത്താണ് ഇനി വരുമ്പോ അവനെയും കൂട്ടി വരണം. നിങ്ങൾ പറയണൊക്കെ കാര്യം എനിക്കൊന്നും അറിയണല്ലോ. വലാ തഖറബൂൻ, അവനില്ലാതെ നിങ്ങൾ എന്റെ സമീപത്തേക്ക് ഇനി വരികയേ ചെയ്യണ്ട. ഖാലൂ, അവര് പറഞ്ഞു, ഒന്നടങ്കം അവര് പറയുകയാണ്, സനുറാവിദു അൻഹു അബാ വ ഇന്നാ ലഫാഇലൂൻ, ഞങ്ങളൊന്ന് പോയി ശ്രമിച്ചു നോക്കാം, ഞങ്ങൾ അവനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും വഴിയെ നടത്തി നോക്കാം, പിതാവിനോട് ഞങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കാം. വ ഇന്നാ ലഫാഇലൂൻ, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് നിങ്ങളോട് വാക്ക് തരുന്നു, അങ്ങനെ തന്നെ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാം അന്നും പറഞ്ഞിട്ട് അവര് പോവുകയാണ്. പോകുന്ന നേരത്തതാ മറ്റൊരു സൂത്രം, മറ്റൊരു കാര്യം കൂടി യൂസുഫ് അലൈഹിസ്സലാം പ്രയോഗിക്കുകയാണ്. وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. അദ്ദേഹം ഭക്ഷ്യധാന്യങ്ങളൊക്കെ തയ്യാറാക്കി ഭാണ്ഡങ്ങളിൽ നിറച്ചു കൊടുക്കുന്ന ആ ഭൃത്യന്മാരോട്, തന്റെ സേവകരോട് യൂസുഫ് അലൈഹിസ്സലാം ഒരു കാര്യം ആജ്ഞാപിച്ചു, അവരോട് കൽപ്പിച്ചു, നിങ്ങൾ അവരറിയാതെ ഒരു കാര്യം ചെയ്യണം. ഇജ്അലൂ ബിളാഅതഹും ഫീ റിഹാലിഹിം, അവരുടെ ആ യാത്രാ സംഘത്തിൽ അവർ കൊണ്ടുപോകുന്ന അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ അവർ ഈ ഭക്ഷണത്തിന്, ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരമായി നമുക്ക് നൽകിയിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ അതിൽ നിക്ഷേപിക്കണം. അവരിവിടുന്ന് ധാന്യങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് കാശ് തന്നിട്ടുണ്ടല്ലോ, പണം, അത് എന്തോ വസ്തു മൂല്യമുള്ള എന്തോന്ന് കൊടുത്തിട്ടാണല്ലോ പകരം തിരിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവരാ തന്ന ഏൽപ്പിച്ചിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ, അവരുടെ ആ പണമൊക്കെ അവരുടെ കെട്ടുകളിൽ തന്നെ അങ്ങ് തിരിച്ചു വെച്ചേക്ക്. എന്തിന് ഇപ്പൊ അവരറിയണ്ട, അവര് വീട്ടിൽ പോയിട്ട് ലഅല്ലഹും യഅരിഫൂനഹാ, അവർക്കത് അറിയാൻ സാധിക്കും, അവര് മനസ്സിലാക്കിക്കോളും. ഇദൻഖലബൂ ഇലാ അഹ്ലിഹിം, അവരുടെ കുടുംബങ്ങളിലേക്ക് അവര് തിരിച്ചു ചെന്നാൽ ലഅല്ലഹും യർജിഊൻ, ഇത് കാണുമ്പോ അവർക്ക് മടങ്ങി വരാൻ കൂടുതൽ ആവേശമുണ്ടാകും. കണ്ടോ, എന്തൊരു നല്ല മനുഷ്യനാണ് അയാള്. അതുകൊണ്ട് ഇനി അയാൾ പറഞ്ഞത് എന്തായാലും നമ്മൾ ചെയ്തേ പറ്റൂ.
കണ്ടില്ലേ, കാശ് വരെ തിരിച്ചു തന്നിരിക്കുകയാണ്. സൗജന്യമായിട്ടാ റേഷൻ, സൗജന്യമായിട്ടാണ് ഈ വിഭവങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഒക്കെ അവർക്ക് മനസ്സിലായിക്കോളും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഭൃത്യന്മാരോട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞേൽപ്പിക്കുകയാണ്. അവരെപ്രകാരം ചെയ്തു. അങ്ങനെ അവര് പിതാവിന്റെ അടുക്കലേക്ക്, കൻആനിലേക്ക്, യാക്കൂബ് അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് മക്കൾ മടങ്ങി ചെല്ലുകയാണ്. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين فلما رجعوا إلى أبيهم അവർ അവരുടെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞു, എത്തിയ ഉടനെ അവര് പറഞ്ഞു, കെട്ട കഴിക്കുന്നതിന് മുമ്പേ ബാപ്പനെ കണ്ടപാടെ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മുനിഅ മിന്നൽ കൈൽ, ഇനി ഇതാ ഭക്ഷണം നമുക്ക് തടയപ്പെടാൻ പോവുകയാണ്. ഇനി അളവ് തടയപ്പെടാൻ പോവുകയാണ്. ഇനി ഈജിപ്തിലേക്ക് ചെന്നിട്ട് പ്രയോജനമില്ല. ഇനി നമുക്ക് അളന്ന് തരൂല എന്നതാണ് ഓർഡർ. അത് കാരണം എന്താണെന്നോ, ഫഅർസിൽ മഅനാ അഖാനാ, ഞങ്ങളുടെ സഹോദരനെ കൂടി ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചു തരണം. അത് അദ്ദേഹം പറഞ്ഞ കണ്ടീഷനാണ്, അദ്ദേഹം പറഞ്ഞ ഉപാധി അതാണ്. ഞങ്ങളുടെ സഹോദരനെ കൂടി കൊണ്ടു ചെല്ലണമെന്നാണ്. എങ്കിലേ നക്തൽ, ഞങ്ങൾക്ക് അളന്നു കിട്ടുകയുള്ളൂ, ഞങ്ങൾക്ക് വിഭവങ്ങൾ അളന്നു തരികയുള്ളൂ. വഇന്നാ ലഹു ലഹാഫിളൂൻ, ഞങ്ങൾ അവനെ പൊന്നുപോലെ കാത്തോളാമുപ്പാ, അവനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഓർമ്മ വരികയാണ് യാക്കൂബ് അലൈഹിസ്സലാമിന്. എന്തും പറഞ്ഞിട്ടാ പണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ കൊണ്ടുപോയത്. എന്തേ ഈ മോനബാപ്പ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? അർസിൽഹു മഅനാ ഗദൻ യർതഅ വയൽഅബ് വഇന്നാ ലഹു ലഹാഫിളൂൻ, അവനെയും നാളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചു തരൂപ്പാ. കാടും മേടുമൊക്കെ കണ്ട് അവനും കളിച്ചുല്ലസിച്ച് നടക്കട്ടെ, ഞങ്ങൾ അവനെ പൊന്നുപോലെ കാത്തോളാമുപ്പാ എന്നും പറഞ്ഞിട്ടല്ലേ പണ്ട് യൂസുഫിനെയും ഇവര് കൊണ്ടുപോയത്. ആ ഓർമ്മ മഹാനവറുകളുടെ മനസ്സില്ലതാ ഇന്ന് കഴിഞ്ഞതുപോലെയുണ്ടല്ലോ. മക്കൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ അവരോട് തിരിച്ചു പറയുകയാണ്, ഖാല ഹൽ ആമനുകും അലൈഹി, ബിന്യാമീനിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുമോ? ഇല്ലാ കമാ മിൻതുകും അലാ അഖീഹി മിൻ ഖബൽ, അവന്റെ സഹോദരനായ യൂസുഫിന്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെ അല്ലാതെ ഇവന്റെ കാര്യത്തിലും നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാലും അദ്ദേഹം പറഞ്ഞയച്ചു തരാമെന്ന് സൂചനയുടെ വാക്കുകളാ പറയുന്നത്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, നിങ്ങൾ അവനെ കാത്തോളാമെന്നൊക്കെ പറഞ്ഞാലും, ആര് കാത്തോളാമെന്ന് പറഞ്ഞാലും, ആര് സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞാലും, എന്റെ കാവലിനുള്ള സർവ്വ തവക്കുലും ഒരേ ഒരു സൃഷ്ടാവിലാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, എല്ലാ കാവൽക്കാരെക്കാളും ഉത്തമനായ ഹാഫിള് അല്ലാഹു മാത്രമാണ്. വഹുവ അർഹമുർ റാഹിമീൻ, അവനാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കൂടുതൽ കരുണ ചൊരിയുന്നവൻ. അതുകൊണ്ട് നിങ്ങളെ വാക്ക് വിശ്വസിച്ചിട്ടൊന്നുമല്ല. നിങ്ങളൊക്കെ എന്ത് കാത്തോളാന്ന് പറഞ്ഞാലും ഞാൻ അഭയം ഏൽപ്പിക്കുന്ന, ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അവനെ എന്ന നിലക്ക് കൊണ്ടുപോകാനുള്ള സൂചന കൊടുത്തു മഹാനവറുകൾ. അവിടെ നോക്കൂ നിങ്ങൾ ആ വാചകം. ഞങ്ങൾ കാത്തോളാന്ന് പറഞ്ഞപ്പോ യാക്കൂബ് അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത്. നമ്മളൊക്കെ പറയണം ഞാൻ നോക്കിക്കോളാന്ന്. അപ്പോഴും നമ്മൾ എന്താ പറയാ? ഫി അമാനില്ല, അള്ളാഹുവിന്റെ കാവലിൽ ഒക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോഴും നമ്മൾ പറയാതെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏത് കാര്യത്തിനും ആരെന്തോ ഓഫർ പറയുമ്പോഴും അതിനുള്ള തൗഫീഖ് അവർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അത് അള്ളാഹിനെ ഏൽപ്പിക്കണം.
അത് അള്ളാഹിനെ ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നിന്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയാളങ്ങനെ പറയുമ്പോഴും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. കാരണം എന്താ, അയാൾ വിചാരിച്ചുകൊണ്ടത് നടക്കൂല. അതിനുള്ള തൗഫീഖ് അല്ലാഹ് ഞാൻ കൊടുക്കേണ്ടത്. അപ്പോഴും കണ്ടോ യാക്കൂബ് അലൈഹിസ്സലാം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയുമ്പോഴും ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റഹീമീൻ, അവനാണ് കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവൻ, അവനിലാ ഞാൻ ഏൽപ്പിക്കുന്നത്, അവനാണ് ഏറ്റവും ഉത്തമനായ കാവൽക്കാരൻ, അവനാണ് ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരൻ എന്ന് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം തന്റെ തൗഹീദിന്റെ ആ മനസ്സിന്റെ ദൃഢത ഒന്നുകൂടി ആ സന്നിഗ്ധ ഘട്ടത്തിലും പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ അവര് ബാപ്പന്റെ ഭാഗത്തു നിന്ന് ഒരു സമ്മതം കിട്ടി, ആശ്വാസമായി അവർക്ക്. അങ്ങനെ അവർ കൊണ്ടുവന്ന ചരക്കുകൾ കെട്ടൊക്കെ അഴിക്കാൻ തുടങ്ങി. ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير ولما فتحوا متاعهم അവർ കൊണ്ടുവന്ന ആ ഭക്ഷ്യധാന്യങ്ങളുടെ കെട്ടുകൾ, വിഭവങ്ങൾ, ചരക്കുകളൊക്കെ അവർ തുറന്നപ്പോൾ വജദൂ ബിദാഅതഹും റുദ്ദത് ഇലൈഹിം, കൊടുത്ത മൂല്യവത്തായ പണവും വസ്തുക്കളൊക്കെ ദ്രവ്യങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിച്ചു തരപ്പെട്ടിട്ടുണ്ട്, കെട്ടിത്തന്നെ ഇരിക്കുന്നുണ്ട്. ഖാലു, അവർ അത്ഭുതം കൂറിക്കൊണ്ട് ബാപ്പനെ വിളിച്ചു, യാ അബാന, ഞങ്ങളുടെ ഉപ്പ, മാ നബ്ഗി, ഇനി നമുക്ക് എന്താ വേണ്ടത്, ഖാദിഹി ബിളാഅതുന, ഇതാ നമ്മൾ കൊടുത്ത ദ്രവ്യമടക്കം റുദ്ദത് ഇലൈന, ആ മഹാനവറുകൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നിരിക്കുന്നു. സൗജന്യമായിട്ടാ ഉപ്പ ഭക്ഷണം പോലും തന്നിരിക്കുന്നത്. നമ്മൾ കൊടുത്ത ദ്രവ്യം വരെ ഇതാ മടക്കപ്പെട്ട് കഴിഞ്ഞു. വനമീറു അഹ്ലനാ, അതുകൊണ്ട് ഞങ്ങൾ ഇനിയും പോയിട്ട് ആഹാരം കൊണ്ടുവരുന്നതുമാണ്. വനഹ്ഫളു അഖാനാ, ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ സംരക്ഷിക്കുന്നതുമാണ്. വനസ്ദാദു കൈല ബഈർ, ഒരു ഒട്ടകത്തിന് ചുമക്കാനുള്ള ഭക്ഷണം കൂടി നമുക്ക് അധികം കിട്ടുമല്ലോ. 10 ആള് പോയപ്പോ കിട്ടിയത് 10 ആൾക്ക് ചുമക്കാനുള്ളതാണെങ്കിൽ 11ാമനെയും കൂട്ടി പോകുമ്പോ ഒരു ഒട്ടകത്തിനുള്ളത് കൂടി ഇനിയും നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ ഉപ്പാ. അത് നമുക്ക് എത്ര എളുപ്പമുള്ള വല്ലാത്തൊരളവല്ലേ, അതൊരു നിസ്സാരമായ സംഗതിയല്ലല്ലോ. ഇവര് വാപ്പയോട് അതിങ്ങനെ പറഞ്ഞ് അവസാനം മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം ഒന്നുകൂടി അവരോട് പറയാണ്, قال لن نرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. അദ്ദേഹത്തിന്റെ ആ തവക്കുലും ആ ദൃഢതയും വീണ്ടും പറയാണ് മക്കളോട്. ഖാല, യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ലൻ നുർസിലഹു മഅക്കും, ഞാൻ ബിന്യാമീനെ നിങ്ങളുടെ കൂടെ പറഞ്ഞയച്ച് തരൂല. ഹത്താ തുഅതൂനി, നിങ്ങൾ എന്നോട് എടുക്കുന്നത് വരെ, മൗസിഖം മിനല്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ എന്നോടൊരു കരാറെടുത്താലല്ലാതെ ലതഅതുന്നനി ബിഹി, ഞങ്ങൾ അവനെ കൊണ്ടുവരിക തന്നെ ചെയ്യും, നിങ്ങൾ അവനെ എന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇല്ലാ അൻ യുഹാത ബിക്കും, നിങ്ങൾക്ക് വല്ല ആപത്തുകളും വലയം ചെയ്യപ്പെടുന്നതായാലല്ലാതെ. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാത്ത വല്ല ആപത്തും വന്നാൽ ഇപ്പൊ നിങ്ങളെ കൊണ്ട് നിവൃത്തിയൊന്നുമില്ല, അതിനിപ്പോ നിവൃത്തിയൊന്നുമില്ല. നിങ്ങൾ വല്ല ആപത്തിലോ അപകടത്തിലോ ഒക്കെ പെട്ടാ പിന്നെ അത് നിവൃത്തിയൊന്നുമില്ല. അതൊന്നും അല്ലാത്ത നിലക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾ അവനെ സംരക്ഷിച്ചോളാ, കൊണ്ടുവരാം എന്നൊക്കെ അള്ളാന്റെ പേരിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, എങ്കിലേ ഞാൻ നിങ്ങളെ കൂടെ അവനെ പറഞ്ഞയക്കൂ. ഫലമ്മാ ആതൗഹു മൗസിഖഹും, ആ സഹോദരന്മാര് അവരുടെ ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അപ്പോഴും മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പറയാണ്, ഖാല അല്ലാഹു അലാ മാ നഖൂലു വകീൽ, നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും വക്കീല് അള്ളയാണ് കേട്ടോ. അള്ള സാക്ഷിയാണ് ഇതിനൊക്കെ കേട്ടോ, പറഞ്ഞ കാര്യങ്ങൾക്ക്. നിങ്ങൾ ഈ പറഞ്ഞതും ഞാൻ കേട്ടതും നമ്മൾ തീരുമാനിച്ചതൊക്കെ അള്ള വക്കീല, അള്ളാഹു വക്കീല എന്നും പറഞ്ഞ് മകനെ പറഞ്ഞയച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളുടെ കൂടെ ബിന്യാമീനെ പറഞ്ഞയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ചു കൊടുക്കുന്ന വേളയിൽ ഇപ്പൊ 11 മക്കളല്ലേ പോകുന്നത്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം ഒരു ഉപദേശം കൊടുക്കുകയാണ്.
وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. വഖാല യഅഖൂബ് അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനിയ, എന്റെ സന്താനങ്ങളെ, എന്റെ മക്കളെ, ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ ഈജിപ്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ മെയിൻ കവാടത്തിലൂടെ കടക്കുമ്പോൾ, അതല്ലെങ്കിൽ രാജകൊട്ടാരത്തിന്റെ ദർബാറിന്റെ മെയിൻ കവാടത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടെ പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും കൂടെ കൂട്ടമായി നിങ്ങൾ 11 കൂടെ ഒന്നിച്ചാണ് കയറരുത്. ഒരൊറ്റ വാതിലിലൂടെ നിങ്ങൾ 11 പേരും പ്രവേശിക്കരുത്, മറിച്ച് വ്യത്യസ്തങ്ങളായ വാതിലുകളിലൂടെ ആയിരിക്കണം നിങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊന്നും നേടിത്തരാൻ എനിക്ക് കഴിഞ്ഞിട്ടല്ല, എനിക്കതിന് കഴിയുകയുമില്ല. എന്താണ് സംഭവിക്കേണ്ടതെങ്കിൽ അത് വിധിക്കുന്നവൻ അള്ളാഹുവാണ്, അത് സംഭവിക്കാതെ തരവുമില്ല. പക്ഷേ ഞാൻ പറയേണ്ടത് ഞാൻ പറയണമല്ലോ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഏത് കാര്യവും വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലേയുള്ളൂ. പടപ്പുകളായി നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ, തീരുമാനമെടുക്കാനല്ലേ പറ്റൂ. ഖളാഉകളും ഖദറുകളും ഒക്കെ വിധിക്കുന്നതും തീരുമാനിക്കുന്നതും റബ്ബാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയേണ്ടത് നിങ്ങളോട് പറയുകയാണ്, അലൈഹി തവക്കൽതു, എല്ലാം വിധിക്കാൻ അധികാരവും പവറും കഴിവുമുള്ള ആ റബ്ബിന്റെ മേൽ ഞാൻ എല്ലാം വരമേൽപ്പിച്ചിരിക്കുന്നു. വഅലൈഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, വരമേൽപ്പിക്കുന്നവരെ മുഴുവനും അല്ലാഹുവിന്റെ മേൽ തന്നെ വരമേൽപ്പിക്കട്ടെ. മഹാനായ പ്രവാചകൻ മക്കളോട് പറയണം, മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരൊറ്റ ഡോറിലൂടെ പ്രവേശിക്കരുത്. ഒന്നുകിൽ ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ കവാടം, അതല്ലെങ്കിൽ രാജദർബാറിലേക്ക് പ്രവേശിക്കുന്ന മെയിൻ കവാടത്തിലൂടെ. നിങ്ങൾ എല്ലാവരും കൂടെ ഒറ്റയടിക്കങ്ങ് പ്രവേശിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, വേറെ വേറെ കയറണം. എന്താണ് മഹാനവറുകൾ എന്ത് ആശങ്കപ്പെട്ടുകൊണ്ടാണ്, ഏത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഇങ്ങനെ മക്കളോട് പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെ സംബന്ധിച്ച് സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 വ്യാഖ്യാനങ്ങൾ. ഒന്നാമത്തെ വ്യാഖ്യാനം, സുഹൃത്തുക്കളെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലുള്ള എന്തോ ഒരാവശ്യ കാരണം അത് അദ്ദേഹത്തിന് അറിയുള്ളൂ. എന്താവശ്യാർത്ഥ അങ്ങനെ പറഞ്ഞു, അത് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അടുത്ത ആയത്തിൽ വരുന്നുണ്ട്, എന്ത്? ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യഅഖൂബ ഖദാഹാ, യാക്കൂബിന്റെ മനസ്സിൽ തോന്നിയ എന്തോ ഒരാവശ്യം അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. എന്താന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞിട്ടില്ല. എന്തുദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അള്ളയും പറഞ്ഞിട്ടില്ല, റസൂലും വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ആ ആവശ്യത്തെ അള്ളാഹ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ ആവശ്യം എന്തായിരുന്നു എന്ന് നമ്മൾ ചുഴിഞ്ഞു നോക്കേണ്ടതില്ല. ഖുർആനിൽ നിന്നോ നബിചര്യയിൽ നിന്നോ വാക്യങ്ങളിൽ നിന്നോ അതിനെപ്പറ്റി നിർണയിച്ചു പറയാവുന്ന ഖണ്ഡിതമായ തെളിവുകളും നമ്മുടെ മുമ്പിൽ ഇല്ല. ഈ അഭിപ്രായമാണ് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാം. ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? എന്താവശ്യാർത്ഥാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് അങ്ങനെ പറഞ്ഞത് എന്ന് അറിയില്ല. അദ്ദേഹത്തിന് എന്തോ മനസ്സിൽ തോന്നി, അത് അദ്ദേഹം പറഞ്ഞു. എന്താന്നുള്ളത് അല്ലാഹു അഅലം. അതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, സൗന്ദര്യവും അതുപോലെ തന്നെ കാഴ്ചയിൽ ഏതാണ്ട് നല്ല സുന്ദരന്മാരാണ് ഈ മക്കളൊക്കെ. ആ സൗന്ദര്യവും അതുപോലെ തന്നെ നല്ല പ്രഭാവവും ഒക്കെ കണ്ടാൽ തന്നെ ആരും അങ്ങനെ നോക്കിപ്പോണ മക്കളാണ്. ആ നിലക്കുള്ള ഒരു സംഘം ആളുകൾ, അതും ഒരൊറ്റ പിതാവിന്റെ കുട്ടികൾ, ഒരേ പിതാവിന്റെ മക്കൾ, ഒരൊറ്റ വാതിലിലൂടെ ഒരു 11 ആളും കൂടെ പ്രവേശിക്കുമ്പോ ആളുകളുടെ അസൂയാലുക്കളുടെ കണ്ണേറ് കൊള്ളാനും കരിങ്കണ്ണ് ബാധിക്കുവാനും സാധ്യതയുള്ളത് കൊണ്ടാണ് അവർക്ക് അത് മുഖേന ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവരോടങ്ങനെ പറഞ്ഞത് എന്നഭിപ്രായപ്പെട്ട ധാരാളക്കണക്കിന് മുഫസ്സിരീങ്ങളുണ്ട്.
അതിൽ പ്രഗൽഭനാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാനം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രാർത്ഥിച്ച മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സഹാബിയാണ്. അദ്ദേഹം ആ വീക്ഷണക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് അത് ഭയപ്പെട്ടു എന്നാണ്. അസൂയാലുക്കളുടെ കണ്ണേറില്ലെന്ന്, അദ്ദേഹത്തിന്റെ ആ മക്കൾക്ക് വല്ലതും ബാധിക്കുന്നതില്ലെന്ന് യാക്കൂബ് അലൈഹിസ്സലാം ആശങ്കപ്പെട്ടു, ഭയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു വീക്ഷണം, ആ അഭിപ്രായം. സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പുറമെ മുഹമ്മദ് ബിൻ കഅബ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ലഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ പ്രഗൽഭരായ പണ്ഡിതന്മാരൊക്കെ ഈ വീക്ഷണക്കാരാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ച് കാണുന്ന ഒരു അഭിപ്രായവും ഇതാണ്. ഏത് തഫ്സീറുകൾ നോക്കിയാലും ഏതാണ്ട് എല്ലാവരും ഈ വീക്ഷണത്തോടാണ് കൂടുതൽ യോജിപ്പ് കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണേറിനെ ഭയന്നിട്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിന് തെളിവൊന്നുമില്ല. നേരത്തെ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഹദീസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ആയത്തിൽ അങ്ങനെ തെളിവില്ല എന്ന് വിചാരിച്ചിട്ട് കണ്ണേറ് എന്ന സംഗതി ഇല്ലാന്ന് ആരും മനസ്സിലാക്കരുത്. അതേ അവസരത്തിൽ ഈ ആയത്തിൽ പറഞ്ഞത് അതാണോ അല്ലേ, അതങ്ങനെ മാറ്റി നിർത്തിയാൽ തന്നെ കണ്ണേറ് ഉണ്ട് എന്നും അത് ഫലിക്കും എന്നും സ്ഥാപിക്കുന്നതിനുള്ള ധാരാളം സഹിഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും, കണ്ടോ മുജാഹിദീങ്ങൾക്ക് പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇവര് പണ്ട് ഇതൊക്കെ നിഷേധിച്ചിരുന്നോല, കണ്ണേറും ഉണ്ടാവില്ല, മന്ത്രവും പാടില്ല, രോഗത്തിന് മന്ത്രിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. ഇപ്പൊ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നതാണ്, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നൊക്കെ ചില സുഹൃത്തുക്കൾ, ചില സഹോദരന്മാര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അങ്ങനെ പല ആളുകൾക്കും ഉണ്ടാ തെറ്റിദ്ധാരണ. നമ്മൾ ഏതെങ്കിലും സദസ്സുകളിൽ വെച്ച് കണ്ണേറുകൾ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്താ വേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ദുആകളും ദിക്റുകളും ഒക്കെ പ്രസംഗിച്ചാൽ ഉടനെ വരും പിറ്റേന്ന് ക്ലിപ്പ്, കണ്ടോ മൗലവി ഞങ്ങളാളായി മാറി, കാരണം ഇവര് പണ്ടേ എതിർത്തിരുന്നവരാ, ഇപ്പൊ ഞങ്ങളാളേക്കണേ എന്നും പറഞ്ഞിട്ട് ഒരു കൂട്ടരെ അങ്ങനെ കളിപ്പിറക്കും. വേറൊരു കൂട്ടർ പറയും ശരിയെന്നല്ലേ, അതന്നല്ലേ ഞങ്ങൾ ഒഴിവാക്കിയത്, മൂപ്പര് പെങ്ങളെ കൂട്ടത്തിൽ തന്നെയാണ് ഇത് വേറൊരു കൂട്ടർ. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് ആദ്യമേ പഠിക്കാത്തത് കൊണ്ടല്ലേ ഈ അജ്ഞത സമൂഹത്തിൽ വളർന്നത്? നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ കൈകളിലുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരികമായ നിലക്ക് ബൃഹത്തായ വലിയ 4 വാള്യങ്ങളിൽ, ഇപ്പോൾ 8 വാള്യങ്ങളിലായി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന പഴയകാല പണ്ഡിതന്മാരായ KM മൗലവി അടക്കമുള്ള പണ്ഡിതന്മാര് പരിശോധിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മുഹമ്മദ് അമാനി മൗലവി, എടവണ്ണ അലവി മൗലവി, അതുപോലെ തന്നെ അബ്ദുസ്സലാം മൗലവി, അരീക്കോടുണ്ടായിരുന്ന NV അബ്ദുസ്സലാം മൗലവി, അതുപോലെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാരൊക്കെ ഈ കെ മൗലവി പോലെയുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള, ഇന്നും നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകും വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട്, ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയാതെ പോയാൽ നാളെ മുതൽക്ക് പറയുന്നുണ്ടോ, ഇതല്ലേ പറഞ്ഞ് മൂപ്പര് ഭാഗമൊക്കെ അപ്പുറത്തേക്ക് പൊയ്ക്കണെന്ന് പറയും. നിങ്ങൾ പോയിട്ട് വിശുദ്ധ ഖുർആനിലെ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിന് എടുക്കുക. എത്ര കൊല്ലം പഴക്കണ്ടെന്ന് ഇപ്പൊ ഞാൻ പറയേണ്ടതില്ലല്ലോ, എത്ര കൊല്ലം പഴക്കണ്ട്, ഏത് കാലത്താ അതിന്റെ വാളി ഇറങ്ങിയത് ഇപ്പൊ പറയേണ്ടതില്ലല്ലോ. ആ പഴയകാല മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ള ആ തഫ്സീർ അതിന്റെ മലയാളത്തിലാണല്ലോ. സൂറത്ത് യൂസുഫിൽ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓതി കേൾപ്പിച്ചിട്ടുള്ള ഈ 67-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം ഒന്ന് മലയാളത്തിലാണ്, എല്ലാവർക്കും വായിക്കാം. അവിടെ മൗലവി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്ന് കോർത്തെഴുതിയിട്ടപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹം അവിടെ പറഞ്ഞാണെന്ത്, കണ്ണേറിനെ ഭയപ്പെട്ടിട്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിന് തെളിവ് കാണുന്നില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഭിപ്രായമാണ് ഏറ്റവും സുരക്ഷിതം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എന്ത്, ഈ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഉപ്പ ഉദ്ദേശിച്ചത് അതാണെന്നില്ല, ഇനി നമുക്ക് തെളിവൊന്നുമില്ല. എന്നാൽ അത് വിചാരിച്ചിട്ട് കണ്ണേറ് എന്ന് പറയുന്ന ഒരു സംഗതിയെ എല്ലാം ആരും പറഞ്ഞു പോകരുത് എന്ന്. കാരണം അദ്ദേഹം പറയാണ്, അതില്ലെങ്കിലും കണ്ണേറ് സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ്. ആരാ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ള അതിന്റെ ഔദ്യോഗികവും ആധികാരികവുമായ ഖുർആൻ വ്യാഖ്യാനം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ എല്ലാ രൂപത്തിലുള്ള വിഘടനങ്ങളും പളർപ്പുകളും ഒക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് എല്ലാവരും അംഗീകരിച്ച് കൊണ്ടു നടക്കുന്ന വ്യാഖ്യാനമാണത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് അത്ര വ്യക്തമായിട്ട് പറയും, ഇനി ആരും ഒരു തെറ്റിദ്ധരിക്കാൻ പാടില്ല.
ഇനി അതിന്റെ പേരിൽ ഒരു കുപ്രചരണം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് മഹാനവർ അദ്ദേഹം അത് ആ അഭിപ്രായവും അവിടെ എടുത്തു കൊടുക്കുകയാണ്. മാത്രല്ല സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും കൂട്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മന്ത്രിക്കാറുള്ള മന്ത്രത്തിൽ കണ്ണേറിന്റെ ദുഷ്ടതയിൽ നിന്നും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ആര് കാവലിനെ ചോദിച്ചിട്ടുണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാം. അതേ പാത പിന്തുടർന്നുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാനും ആ പണി ചെയ്യുന്നു എന്ന് മഹാനായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും പേരമക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നതും അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സുഹൃത്തുക്കളെ, അതേ മുഹമ്മദ് അമാനി മൗലവി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇസ്ലാമിക ജീവിതം. ആ പുസ്തകത്തിൽ പരിശോധിച്ചു നോക്കിയാൽ കണ്ണേറിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ചില ആളുകളൊക്കെ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഇതിനെ നിഷേധിക്കുന്നുണ്ട് എന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട്. മൂഢന്മാരും വിഡ്ഢികളുടെ സ്വർഗത്തിൽ കഴിയുന്ന ആളുകളുമല്ലാതെ ഇതിനെ നിഷേധിക്കൂലാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണിത്, യാഥാർത്ഥ്യത്തെ നിഷേധിക്കാനാവില്ല എന്ന് വിവരം കുറഞ്ഞ ജാഹിലുകളല്ലാതെ ഇതിനെ എതിർക്കുകയില്ല എന്ന് മൗലവിയുടെ പച്ച മലയാളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പോയി പരിശോധിക്കണം. എന്തിനാ ഞാൻ ആമുഖം പറയുന്നത്? ഒരു ഫിത്ന പറഞ്ഞു പരത്താതിരിക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നിപ്പോ പല ആളുകളും പറയുന്നത് എന്താണ്? കണ്ണേറ് ഫലിക്കും എന്ന്, കണ്ണേറുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അപകടമാണ്, അപ്പ മുശ്രിക്കാവുന്ന. കണ്ണേറുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറായി, മുശ്രിക്കായി, ജൂതനായി. ജൂതായിസമാണ് കണ്ണേറുണ്ട് എന്ന് വിശ്വസിക്കൽ. ഖുർആൻ വിരുദ്ധമാണ്, ശിർക്കാണ്, കുഫറാണ് എന്നൊക്കെയാണ് ഇപ്പൊ പല ആളുകളും പറയുന്നത്. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. അത് ശരിക്കും അള്ളാഹ് നിശ്ചയിച്ച ഒരാൾക്ക് ഒരു ഉപദ്രവം ഏൽക്കാവുന്ന, ഒരു വിഷമം ഏൽക്കാൻ അള്ളാഹ് നിശ്ചയിച്ച ഒരു സബബ്, ഒരു കാരണം തന്നെയാണ് കണ്ണ്. അത് സംഭവിക്കാം. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യന്മാരുടെ ബുദ്ധി പോകുന്ന ഒരു പോക്ക്. ഒരാൾ ഇപ്പൊ അടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കാൻ, ഞാൻ സംസാരിച്ച ഈ കാര്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറയണ്, ഇവിടെ വന്നിട്ട് മൗലവി പറഞ്ഞു അൽ ഐനു എന്ന് പറഞ്ഞാൽ കണ്ണേറ് എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെ മൗലവി? അൽ ഐനു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഏറ് അവിടെ വന്നു? കണ്ണ് എന്നല്ലേ അർത്ഥം. കണ്ണ് സത്യാന്ന് അള്ളാന്റെ റസൂല് പറയണോ? ഹേയ്, നിങ്ങളത് ആലോചിച്ചു, കണ്ണ് സത്യാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അൽ യദു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കയ്യേറ് എന്ന് പറയണ്ടേ? കയ്യ്. അൽ അൻഫു എന്ന് പറഞ്ഞാൽ മൂക്കേറ് എന്ന് അർത്ഥം വെക്കുവോ മൗലവി? അൽ ലിസാനു എന്ന് പറഞ്ഞാൽ നാക്കേറ് എന്ന് അർത്ഥം വെക്കുവോ മൗലവി? പിന്നെ എവിടുന്നാ നിങ്ങൾക്ക് അൽ ഐനു എന്നുള്ളടത്ത് എത്തിയപ്പോ മാത്രം കണ്ണേറ് എന്ന് അർത്ഥം കിട്ടിയത്? അപ്പൊ അൽ യദ് എന്ന് പറഞ്ഞാൽ കയ്യ് എന്നല്ലേ? അൽ അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നല്ലേ? അൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാക്ക് എന്നല്ലേ? അപ്പൊ അൽ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. ഒരു ഏറെ എവിടുന്നാ വന്നത്? അവിടെ ഒന്നും ഇല്ലാത്തൊരേറെ ഇവിടുന്ന് അങ്ങക്ക് ഈ കണ്ണിന്റെ അടുത്തേക്ക് വന്നത്. അതുകൊണ്ട് തനിച്ച കുഫറ നിങ്ങൾ പറഞ്ഞത്. മൗലവി തിരിച്ചു വരണം യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ, ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ പറഞ്ഞ ഹദീസാ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അൽ ഐനു ഹഖ്ഖുൻ, അതിന്റെ അർത്ഥം എന്താ? കണ്ണ് സത്യാണെന്ന്. ആ മനുഷ്യന്മാരെ, കണ്ണ് നിങ്ങൾക്ക് ഉണ്ടോ? എല്ലാവർക്കും കണ്ണുണ്ട്, കണ്ണ് സത്യാണ്. ഇതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല സുഹൃത്തുക്കളെ. അതിനൊക്കെ ആധികാരികമായി വ്യാഖ്യാനം എഴുതിയ മഹാന്മാരായ മുൻഗാമികളായ ഹദീസ് വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുന്ന് തന്റെ പേരമക്കൾക്ക് വേണ്ടി മന്ത്രിച്ചിട്ടുണ്ട്. ഈ ദുആ കൊണ്ട് അവർക്ക് ശമനം തേടിയിട്ടുണ്ട്, കാവൽ ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്തഈദു ബില്ലാഹി മിനൽ ഐൻ ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേറിന്റെ ശല്യത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണേ, കാരണം അത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോ സംഭവിച്ചേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമ്മു സലമാ ബീവിയുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അവളുടെ മുഖത്ത് ഒരു നിറപ്പകർച്ച, പെൺകുട്ടിയുടെ മുഖത്ത് ഒരു കളർ മാറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തർഖൂ ലഹാ, അവൾക്ക് മന്ത്രിച്ചു കൊടുക്കുക, അവൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശിഫയെ ചോദിക്കുക. ഫഇന്ന ബിഹൻ നളറ, അവൾക്ക് നോട്ടത്തിന്റെ ശല്യം ബാധിച്ചിട്ടുണ്ട്.
ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്നാ പിന്നെ സുഹൃത്തുക്കളെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഇതിന് പരിഹാരം? എന്താ അതിന് പരിഹാരം? കരിങ്കണ്ണാ നോക്കുന്നൊരു ബോർഡ് വെക്കുക. അതാണോ പരിഹാരം? അല്ലെങ്കിൽ കൈത്തണ്ടയിലും കൈവെള്ളയിലും അരയിലും കാൽത്തൊടയിലും ഒക്കെ ഉറുക്ക് കെട്ടുക, ചരട് കെട്ടുക, നൂല് കെട്ടുക, അല്ലെങ്കിൽ വീടിന്റെ 4 ഭാഗവും കുപ്പി തൂക്കിയിടുക, അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടത്തിൽ കായക്കറിത്തോട്ടത്തിൽ ഒരു പെണ്ണിന്റെ കോലം വെച്ച് നാട്ടിയിട്ട് അതിന്മേലൊരു കലങ്കമഴ്ത്തിയിട്ട് ചുണ്ണാമ്പ് കൊണ്ട് കണ്ണും നാക്കും മൂക്കും കരിക്കട്ടയൊണ്ടൊക്കെ വരച്ചിട്ട് കരിങ്കണ്ണാ നോക്കുന്നൊരു കോലം നാട്ടി വെക്കാം. അല്ലെങ്കിലോ കുട്ടിക്ക് കണ്ണേർ ബാധിക്കാതിരിക്കാൻ കുളിച്ചു പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുട്ടിയുടെ കവിളിൽ ഒരു കറുത്ത കുത്തിട്ട് കൊടുക്കാം. ഇതൊക്കെയാണോ പരിഹാരം? അല്ലെങ്കിൽ കുഞ്ഞിന്റെ കൈകളിൽ കരിവള ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അരയിൽ കൂച്ചുകളും തേറ്റ പല്ലുകളും ദുഷ്ടജന്തുക്കളുടെ ഒക്കെ പല്ലുകള്, കരടിപ്പല്ല്, കരടിരോമം, ആ രൂപത്തിലുള്ളതൊക്കെ കെട്ടിക്കൊടുക്കാം. വാഹനത്തിലും ലോറിയിലുമൊക്കെ ആണെങ്കിലോ ചെരുപ്പ് കെട്ടി തൂക്കിയിടാ, കീറച്ചെരുപ്പ്, അതിന്റെ കൂടെ ഒരു ഉണങ്ങിയ തക്കാളി, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ, 4 പച്ചമുളകും. കേരളം വിട്ടിങ്ങനെ പോയാൽ കാണാൻ രാവിലെ തന്നെ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരു കോമ്പലയും കൊണ്ട് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ കാത്തുക്കുന്നുണ്ടാവും. ബോംബെയിലുണ്ട്, പല സ്ഥലങ്ങളിലും നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാൽ അത് കണ്ണ് തട്ടാതിരിക്കാനുള്ള പരിപാടി വാഹനത്തിലേക്ക് തൂക്കിയിടാം. എന്നിട്ട് ഈ സാധു വാങ്ങാണ്, കാശും കൊടുത്തിട്ട് 4 പച്ചമുളക് നൂലുമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങുണ്ട്, ഒരു കീറച്ചെരുപ്പുണ്ട്. ഇത് ലോറിന്റെ അടിയിലോ മുമ്പിലോ പിന്നെ ഞാൻ കണ്ണേറിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണോ കാരണം പറഞ്ഞത്? ഇതാണോ പരിഹാരം? അതൊന്നും പരിഹാരമല്ല. തനിച്ച ശിർക്കാണത്, തനിച്ച ശിർക്കും കുഫറുമാണത്. ഒരിക്കലും പാടില്ല. ഐക്കല്ല് കെട്ടിക്കൂടാ, ഉറുക്ക് പാടില്ല, ചരട് പാടില്ല, നൂല് മന്ത്രിച്ച് കെട്ടാൻ പാടില്ല, കീറച്ചെരുപ്പും അതുപോലെ തന്നെയുള്ള വസ്തുക്കളിലും കെട്ടിയിട്ട് അഭയം തേടാൻ പാടില്ല. ഒന്നും ഇതിനു വേണ്ടി കെട്ടി ബന്ധിച്ചു വെക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മൻ തഅല്ലഖ തമീമതൻ, ആരെങ്കിലും ആ രൂപത്തിലുള്ള ഏലസുകളോ ഉറുക്കുകളോ എന്തെങ്കിലും, മൻ തഅല്ലഖ ശൈഅൻ, ഏതെങ്കിലും ഒരു വസ്തു ഇത്തരം ആവശ്യാർത്ഥം ഒരാൾ ബന്ധിച്ചാൽ അവൻ അതിലേക്ക് അവൻ ഏൽപ്പിച്ചു കാര്യങ്ങളൊക്കെ. അള്ളാഹുവിന്റെ വക്കീലല്ല, അവൻ അള്ളാഹിനെ വിട്ടു. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനൊക്കെ പറഞ്ഞ പരിഹാരം റബ്ബിനോട് പറയലാണ്. അതിനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന നേരത്ത് പോലും അവിടുത്തേക്ക് പോലും പ്രാർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹി യർഖീക മിൻ കുല്ലി ശൈഇൻ യുദീക വമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി യർഖീക. നബിയേ, താങ്കൾക്ക് വേണ്ടി എല്ലാ ഉപദ്രവകാരിയായ വസ്തുക്കളിൽ നിന്നും ഞാനിതാ താങ്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഞാൻ മന്ത്രം നടത്തുകയാണ്. ഞാനിതാ താങ്കൾക്ക് വേണ്ടി മന്ത്രിക്കുകയാണ്. എല്ലാ ദുഷ്ടജന്തുക്കളുടെയും അതുപോലെ തന്നെ എല്ലാ ദുഷിച്ച ആത്മാക്കളുടെയും അസൂയാലുവിന്റെ കണ്ണേറിന്റെയും അതുപോലെയുള്ള എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ താങ്കൾക്ക് വേണ്ടി മന്ത്രം നടത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആശ്ചര്യകരമായ എന്തെങ്കിലും നിങ്ങളുടെ കണ്ണിൽപ്പെട്ട് ഏതെങ്കിലും ഒരു സ്വത്തോ ഒരാളെയോ ഒക്കെ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കാര്യം കണ്ടാൽ നിങ്ങൾ അവർക്ക് വേണ്ടി അതിനു വേണ്ടി ബറക്കത്തിന് ചോദിക്കണം. സുബ്ഹാനല്ലാഹ്, ബാറക്കല്ലാഹ്, തബാറക്കല്ലാഹ്. അല്ലാഹുവിനോട് അതിനു വേണ്ടി ബറക്കത്തിന് ചോദിക്കണം. അതാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ മുമ്പ് ഞാൻ കൽപ്പിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്നവർക്കും ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. പരിശുദ്ധമായ അല്ലാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന അവനോടിതാ മക്കളെ നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി ഞാൻ കാവൽ ചോദിക്കുകയാണ്. മിൻ കുല്ലി ശൈത്താൻ, എല്ലാ പിശാചുക്കളുടെ ശർറിൽ നിന്നും, വഹാമ്മത്തിൻ ദുഷ്ടജന്തുക്കളുടെ ശർറിൽ നിന്നും, വിഷജീവികളുടെ ശർറിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ ആക്ഷേപകാരിയായ കണ്ണിന്റെ ശർറിൽ നിന്നും. ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഹക്കദാ കാന ഇബ്രാഹീമു യുഅവ്വിദു ഇസ്ഹാഖ വ ഇസ്മാഈൽ അലൈഹിമസ്സലാം. ഇപ്രകാരമാണ് മക്കളെ ഇബ്രാഹിം തന്റെ 2 മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന ദുആകളാണ്. ഇതൊക്കെയാണ് അതിനുള്ള നിവാരണങ്ങൾ.
അല്ലാതെ വേറെ ഈ രൂപത്തിലുള്ള കെട്ടലും ചാടലും അതിനുവേണ്ടി ഹോമം തയ്യാറാക്കലും മുറുക്കും ആ രൂപത്തിലുള്ള നറുക്കും അതുപോലെയുള്ള എഴുതി കെട്ടലും ഇങ്ങനെ കോലം നാട്ടലും കരിങ്കണ്ണാന്ന് എഴുതി വെക്കലും ഒന്നും അതിന് പരിഹാരം. അതൊക്കെ തനിച്ച ശിർക്കൻ വിശ്വാസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നത് സംഭവിക്കാം, എന്നാ കാണുന്നതൊക്കെ കണ്ണേറാണ് എന്ന് പറഞ്ഞു നടക്കാൻ പറ്റൂ? ഇല്ല, നമുക്ക് അറിയാൻ കഴിയൂല. എന്തുകൊണ്ടാണ് അറിയാൻ നമുക്ക് കഴിയൂല. അങ്ങനെ ഒരു ഡൗട്ട്, സംശയം നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൂ, വേറൊന്നും മറുമരുന്നൊന്നും ചെയ്യാനില്ല. ഇനി പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങളും പരിഹാരമല്ല. അല്ലാഹുവിൽ തവക്കുലാക്കുക. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിൽ ആര് തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹ് മതി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മതി, അവനല്ലയോ വരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മനസ്സിനെ പഠിപ്പിക്കണം. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. അല്ലാഹ് ഞങ്ങൾക്ക് എന്താണോ വിധിച്ചത് അതല്ലാതെ ബാധിച്ചിട്ടില്ല. അല്ലാഹ് നിശ്ചയിച്ച കാരണങ്ങളിലൂടെ അല്ലാഹ് ഉദ്ദേശിക്കുന്നതൊക്കെ നടക്കും. അതല്ലാഹ് തീരുമാനിച്ചതാണ്, അതല്ലാഹ് നിശ്ചയിച്ച കാരണങ്ങളാണ്. അല്ലാഹ് നിശ്ചയിച്ച കാരണങ്ങളിലൂടെ എന്ത് ബാധിച്ചാലും അത് റബ്ബിന്റെ തീരുമാനമാണ്. ഞങ്ങൾ അവനോടെ അതിന്റെ നിവാരണത്തിന് തേടുകയുള്ളൂ, അവനോടെ ഞങ്ങൾ സങ്കടം പറയോ, അവനോടെ അതിന്റെ ശമനത്തിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുകയുള്ളൂ. അവന്റെ മേൽ മാത്രമേ ഞങ്ങൾ ബരമേൽപ്പിക്കുകയുള്ളൂ. ബരമേൽപ്പിക്കുന്നവർ മുഴുവനും അവനിൽ മാത്രം ബരമേൽപ്പിക്കട്ടെ എന്ന് അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവരുത്. എന്ത് പല ആളുകളൊക്കെ പറയുന്നത്, അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ കാഫിറായി, മുശ്രിക്കായി, ജൂതനായി നന്നാ പിന്നെ ആരൊക്കെ പട്ടികയിൽ വരും? കണ്ണേറുണ്ടെന്നോ പലിക്കുന്നൊക്കെ വിശ്വസിച്ചു പോയാൽ കാഫിറായി, മുശ്രിക്കായി, ജൂതനായി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ നാവ് കൊണ്ട് പറയാൻ പേടിണ്ട്. ആരൊക്കെയാ അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ പേരിൽ പട്ടികയിൽ എഴുതേണ്ടി വരിക? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചിട്ടുള്ള നമ്മുടെ സഹോദരന്മാർക്കൊക്കെ അള്ളാഹു ഉൾക്കാഴ്ച കൊടുക്കുമാറാകട്ടെ. ആരെയും കുറ്റപ്പെടുത്താനല്ല, അറിവില്ലാത്തത് കൊണ്ട് പലരും അങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷെ അറിഞ്ഞുകൊണ്ട് പറയുന്നവർ വിരളമാണ്, അവരെ നമുക്ക് വിടാം. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താം, നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ, പ്രമാണങ്ങളിൽ വന്നത് അപ്പടി സ്വീകരിക്കുക, വരാത്തതൊന്നും പറയേണ്ട, ഇല്ലാത്തതൊന്നും കൂട്ടിച്ചേർക്കണ്ട, ഉള്ളതിനെയൊന്നും നിഷേധിക്കുകയും ചെയ്യേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ അഭിപ്രായം ഈ വിഷയത്തിൽ യാക്കൂബ് അലൈഹിസ്സലാം ഇതായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് അഭിപ്രായപ്പെട്ട സ്വഹാബി അടക്കമുള്ള താബീങ്ങൾ അടക്കമുള്ള ധാരാളക്കണക്കിന് ആളുകൾ ആ വീക്ഷണക്കാരുണ്ട്. ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ആ പക്ഷക്കാരാണ്. രണ്ടെണ്ണാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അവിടുന്നാണ് നമ്മൾ ഈ വിശദീകരണത്തിലേക്ക് നീങ്ങിയത്. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം എന്താ ഉള്ളത്? ഒരു കൂട്ടം ആളുകൾ പെട്ടെന്നൊരു ഡോറിലൂടെയാണ് കയറി ചെല്ലുന്ന കാണുമ്പോ ഇവരേതോ ഈ നാട്ടിനെ തകർക്കാൻ വേണ്ടി വന്ന ആളുകളാന്നുള്ള നിലക്ക് നിങ്ങൾക്ക് വല്ല അപകടവും പറ്റും. പെട്ടെന്നൊരു കൂട്ടം ആളുകൾ, 10-11 ആളുകൾ, നല്ല കടാക്കടിയന്മാര്, നല്ലവര് ഇങ്ങോട്ട് കയറി വരുന്നത് കാണുമ്പോൾ, ഒന്നിച്ചും കാണുമ്പോൾ ചിലപ്പോ സംശയിക്കാനിടണ്ട്. നിങ്ങളെപ്പറ്റി വല്ലതും നിങ്ങൾ അപകടപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. വല്ല ഭീകരന്മാരാണോ ആരാ എന്താണോ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയാൽ വ്യത്യസ്ത ഡോറിലൂടെ പോയാൽ ഒന്നിച്ച് കയറാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഈ 3 വ്യാഖ്യാനങ്ങളും നമ്മുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ വീണ്ടും വായനയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നിങ്ങൾക്ക് വായനയ്ക്ക് വേണ്ടി ഈ ഭാഗം നിങ്ങൾക്ക് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ നിന്ന് വായിച്ച് നിങ്ങൾക്ക് വീണ്ടും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടരാവുന്നതാണ് എന്നുകൂടി സാന്ദർഭികമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഏതായിരുന്നാലും മഹാനവറുകൾ ഇത് പറഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞല്ലോ, വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ. ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് കൊണ്ട് അള്ളാന്റെ തീരുമാനം നടക്കാതിരിക്കൊന്നുമില്ല. അള്ളാഹുവിന്റെ തീരുമാനം നടക്കുക തന്നെ ചെയ്യും. നമ്മൾ മുൻകരുതൽ എടുത്താലും ശരി, എടുത്തില്ലെങ്കിലും ശരി, പക്ഷേ നാം എടുക്കേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കണല്ലോ. വിധി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് മഹാനവറുകൾ ഉടനെ പറഞ്ഞത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. എല്ലാം അള്ളാഹുവിന്റെ വിധിയും കൽപ്പനയും അനുസരിച്ച് തന്നെ നടക്കും. അതുകൊണ്ട് അലൈഹി തവക്കൽതു വഅലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അതുകൊണ്ട് അവരിൽ ബരമേൽപ്പിക്കുകയാണ്. എല്ലാറ്റിലും വെച്ച് വലിയ പരിഹാര മാർഗം ആരെ ഏൽപ്പിക്കലാണ്? അള്ളാഹുവിൽ ഏൽപ്പിക്കലാണ്. അങ്ങനെ ഈ സഹോദരങ്ങൾ പിതാവ് പറഞ്ഞതുപോലെ, വലമ്മാ ദഖലൂ മിൻ ഹൈതു അമറഹും അബൂഹും മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ശൈഇ ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യഅഖൂബ ഖദാഹാ. അവരോട് പിതാവ് കൽപ്പിച്ചതുപോലെ പ്രവേശിച്ചു. എന്നാൽ അത് അവരിൽ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും കാരണമായില്ല. അള്ളാഹു അവരിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്തു.
യാക്കൂബ് നബി അലൈഹിസ്സലാം മനസ്സിൽ കരുതിയിരുന്ന ഒരാവശ്യം അദ്ദേഹം നിർവഹിച്ചു എന്നതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അവർക്ക് ഉണ്ടായിട്ടുമില്ല. ഈ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് യാക്കൂബ് നബിക്ക് ഒരു വിവരമില്ലായിരുന്നു, വെറുതെ എന്തോന്ന് പറഞ്ഞതാണ്. അതൊന്നുമല്ല, അത് പറയാനൊക്കെ കാരണമുണ്ട്. കാരണം വൈന്നഹു ലദു ഇൽമിൻ, നല്ല അറിവുള്ള ആളാണ് യാക്കൂബ് അലൈഹിസ്സലാം. അത് അല്ലംനാഹു, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അല്ലാഹ് പറയണം, പഠിപ്പിച്ചു കൊടുത്താണ്, നമ്മുടെ ഫളലായിട്ട് പഠിപ്പിച്ചു കൊടുത്തത് തന്നെയാണ്. പക്ഷെ വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, ജനങ്ങളിൽ അധിക പേർക്കും ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും പിടിപാടില്ല, അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് മഹാനായ പ്രവാചകന്റെ അറിവിൽ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ട് എന്ന് ആരും എന്ത് ചെയ്യേണ്ടതില്ല. അദ്ദേഹം ഒരു വിഡ്ഢിത്തം പറഞ്ഞതാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുകൂടി അതിനെ ചേർത്തുകൊണ്ട് പറയാം. തുടർന്നുകൊണ്ട് ഇവര് സഹോദരനെയും കൂട്ടിയിട്ടാണ് പ്രവേശിച്ചല്ലോ. വലമ്മാ ദഖലൂ അലാ യൂസുഫ ആവാ ഇലൈഹി അഖാഹു ഖാല ഇന്നി അന അഖൂക അന അഖൂക ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ. വലമ്മാ ദഖലൂ അലാ യൂസുഫ്, ഈ 11 മക്കളും കൂടെ, അഥവാ ഈ സഹോദരന്മാരെല്ലാരും കൂടെ യൂസുഫ് അലൈഹിസ്സലാമിന്റെ അരികിലേക്കാണ് പ്രവേശിച്ച ഉടനെ ആവാ ഇലൈഹി അഖാഹു, യൂസുഫ് അലൈഹിസ്സലാം എന്ത് ചെയ്തു? അദ്ദേഹം തന്നിലേക്ക് അണച്ചു കൂട്ടി സഹോദരനെ. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഇപ്പൊ പുതിയ ആൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലോ, സഹോദരനെ കണ്ടപാടെ ഇങ്ങനെ അണച്ചു കൂട്ടിയിട്ട് കാതിൽ സ്വകാര്യം പറഞ്ഞു. അണച്ചുകൂട്ടുന്നതിന്റെ ഇടയ്ക്ക് കെട്ടിപ്പിടിക്കണമാതിരി കെട്ടിയൻ പിടിച്ചിട്ട് പതുക്കെ സ്വകാര്യം പറഞ്ഞു കൊടുത്തു. ഇന്നി അന അഖൂക്, എടാ ഞാൻ നിന്റെ കാക്കയാണ്, ഞാൻ നിന്റെ സഹോദരനാണ്. ഇന്നി അന അഖൂക്, ഞാൻ നിന്റെ സഹോദരനാണ് മോനെ. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ, മോനെ എന്റെ കാര്യത്തിൽ അവര് മുമ്പ് ചെയ്തതോർത്ത് നീ ഇപ്പൊ സങ്കടപ്പെടണ്ട. നീ ഇപ്പൊ അതിന്റെ പേര് ഒന്ന് ആലോചിച്ച് സങ്കടമൊന്നും കാണിക്കണ്ട, ഒന്നും ആരോടും പറയണ്ട, അതിന്റെ കാക്ക യൂസുഫാണ് എന്ന് വളരെ കാതിൽ അടക്കം പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടാവാം എന്ത്, ഞാൻ നിന്നെ ഇവിടെ എന്റെ അടുക്കൽ തന്നെ നിർത്താനുള്ള തന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ ഞാൻ പ്രയോഗിക്കുന്നുണ്ട്, നിനക്കതിൽ വിഷമമൊന്നും തോന്നരുത്, ബേജാറും പേടിയൊന്നും വേണ്ട, പോകുമ്പോ ഓരോ കൂട്ടത്തിൽ നിന്നെ പറഞ്ഞേക്കൂല, ഇവിടെ നിർത്താനുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ ആവിഷ്കരിക്കുന്നുണ്ട് എന്നും കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. സ്വാഭാവികമാണല്ലോ, അല്ലെങ്കിൽ ബിന്യാമിൻ പേടിക്കൂലേ എന്താ സംഭവം? അതുകൊണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം വിശുദ്ധ ഖുർആന്റെ പ്രതിപാദനങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഫലമ്മാ ജഹ്സഹും ബിജഹാസിഹിം ജഅല السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. ഫലമ്മാ ജഹ്സഹും ബിജഹാസിഹിം, അവർക്കുള്ള യാത്രാ സാമഗ്രികളും ഭക്ഷ്യധാന്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് പറഞ്ഞയക്കുമ്പോ യൂസുഫ് അലൈഹിസ്സലാം ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. ജഅല സിഖായത ഫീ റഹ്ലി അഖീഹി, അവിടുത്തെ പാനപാത്രം, അളവുപാത്രം എന്ത് ചെയ്യാണ്? യൂസുഫ് ഈ ബിന്യാമീനിന്റെ ഈ സഹോദരന്റെ ഭാണ്ഡത്തിൽ അങ്ങോട്ട് ഒളിപ്പിച്ചു വെച്ചു. അവരെ യാത്ര പോയി, 14 ഇറങ്ങി. അവരിറങ്ങിയെന്ന് കണ്ടപ്പോ ഇവിടുന്ന് ഒരാൾ പോയി. പിന്നീട് ഒരു വിളിച്ചു പറയുന്നയാള് രാജദർബാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് യാത്ര പുറപ്പെട്ട യാത്രാ സംഘത്തെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഓ യാത്രാ സംഘമേ, ഓ കച്ചവട സംഘമേ, ഇന്നക്കും ലസാരിഖൂൻ, നിങ്ങൾ മോഷണം നടത്തിയിട്ടാണ് പോകുന്നത്, മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് ആ നിലക്ക് ഒരു തന്ത്രം പ്രയോഗിക്കാൻ അതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ നിങ്ങൾ കളവ് നടത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയണ ഒരാള് കൊട്ടാരത്തിലെ ജോലിക്കാർ പോയിട്ട് قالوا وأقبلوا عليهم ماذا تفقدون قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. قالوا അവർ തിരിഞ്ഞു നിന്നു. യാത്രാസംഘം നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചു പറയുന്ന ആളുകളോട് ചോദിച്ചു, വഅഖ്ബലു അലൈഹിം, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, മാദാ തഫ്ഖിദൂൻ, എന്താ നിങ്ങളത് മോഷണം പോയത്?
എന്താ നിങ്ങളത് നഷ്ടപ്പെട്ടത്? ഖാലൂ, ഇവർ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, നഫ്ഖിദു സുവാഅൽ മലിക്കി, രാജകൊട്ടാരത്തിലെ രാജാവിന്റെ അളവ് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സ്വർണം കൊണ്ടാണെന്നും വെള്ളി കൊണ്ടാണെന്നും ഒക്കെ അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതെന്താണോ എന്ന് അറിയേണ്ടതാണെങ്കിൽ അള്ളാഹ് പറഞ്ഞു തരും. അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. എന്തായിരുന്നാലും വിലപിടിപ്പുള്ള ഒരളവ് മാത്രമാണ്, അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിമൻ ജാഅ ബിഹി, അതാര് കൊണ്ടുവന്നു തരുന്നുവോ അവനുണ്ട് ഹിംലു ബഈർ, ഒരൊട്ടകത്തിന് ചുമക്കാനുള്ള ഫുഡ് കൂടി അവന് ഞങ്ങളുടെ വക ഫ്രീ ആണ്. അതാരാ തന്നെ? അവർക്ക് ഞങ്ങൾ ഓരോ ഒട്ടകത്തിനുള്ള ഭക്ഷണവും കൂടി കൊടുക്കും, അതിനുള്ള ഭക്ഷ്യധാന്യവും കൂടി കൊടുക്കും. ഞാൻ അതിന് തീരുമാനമെടുത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്, കളവല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചത് എന്താണെങ്കിൽ പറഞ്ഞോളണം, ആ സാധനം ഇങ്ങ് തിരിച്ചു തന്നോളണം എന്ന് ആ വിളിച്ചു പറയുന്നയാള് വിളിച്ചു പറയുന്നു. ആ അവസരത്തിൽ മഹാന്മാരായ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രയോഗിച്ച ഈ തന്ത്രം അവരിങ്ങോട്ട് തിരിച്ചു പറയുകയാണ്. ഖാലൂ തല്ലാഹി ലഖദ് അലിംതും മാ ജിനാ ലിനുഫ്സിദ ഫിൽ അർദി വമാ കുന്നാ സാരിഖീൻ. തല്ലാഹ്, അല്ലാഹയാണ് നേര്, അല്ലാഹനെ തന്നെയാണ് സത്യം. ലഖദ് അലിംതും, നിങ്ങൾക്കറിയാലോ, മാ ജിനാ, ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ടില്ല, ലിനുഫ്സിദ ഫിൽ അർദി, കുഴപ്പമുണ്ടാക്കാൻ, ഞങ്ങൾ ഈ രാജ്യത്തൊരു ഫസാദ് ഉണ്ടാക്കാൻ വന്നതല്ല, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ വമാ കുന്നാ സാരിഖീൻ, ഞങ്ങളാണെങ്കിൽ മോഷണം നടത്തുന്ന കക്ഷികളുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിചയമില്ല. അപ്പൊ വിളിച്ചു പറയുന്ന ആളുകൾ തിരിച്ചു ചോദിച്ചു, ഖാലൂ ഫമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ. ഖാലൂ ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു കദാലിക നജ്സിൽ ളാലിമീൻ. ഖാലു, അവർ പറഞ്ഞു, ഫമാ ജസാഉഹു, അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, ഫമാ ജസാഉഹു, എങ്കിൽ എന്താണ് പ്രതിഫലം, എന്താണ് പ്രതിഫലം? ഇൻ കുൻതും കാദിബീൻ, നിങ്ങൾ പറയുന്നത് നുണയാണെങ്കിൽ. നിങ്ങളിപ്പോ കട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്നത് നുണയാണ് തെളിഞ്ഞ് ഞങ്ങൾക്കുള്ള ശിക്ഷ എന്താ? അതുകൊണ്ട് പറയും, നിങ്ങൾ വിളിച്ചു പറയും. അപ്പൊ അവര് മറുപടി പറഞ്ഞു, ജസാഉഹു, അതിനുള്ള പ്രതിഫലം എന്താണ്? മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ ഭാണ്ഡത്തിൽ നിന്ന്, ആരുടേതായ ഒരുക്ക സാമാനങ്ങളിൽ നിന്ന് അത് കിട്ടിയോ, ഫഹുവ ജസാഉഹു, അവൻ തന്നെയാണ് അതിന്റെ പ്രതിഫലം. അവനെ ഞങ്ങൾ തരും, അവനെ ഞങ്ങൾ തരും. കാരണം എന്താ അറിയാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്ത് പ്രകാരം പണ്ട് മോഷ്ടാവിന്റെ മോഷണം തെളിഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൊടുക്കണ ശിക്ഷ എന്താണെന്നറിയോ? മോഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ ഉടമക്ക് ആളെ കൈമാറില്ല. അത് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ശരീഅത്ത് നിയമം അങ്ങനെയാണ്. അതുകൊണ്ട് അവരിത് പറയുന്നത് ഒന്നുകിൽ അത് അറിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് നല്ല ഉറപ്പുണ്ടാവും, എന്ത്, ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടില്ല, അവിടെ കൊടുക്കേണ്ടി വരില്ല, ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല, കൊടുക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് പറഞ്ഞു. എന്തായിരുന്നാലും അവരെന്നെ പറഞ്ഞു, എന്ത്, ആരുടെ പക്കൽ നിന്ന് കിട്ടിയോ അവനങ്ങ് എടുക്കാം, അവനെ തന്നെ ഇവിടെ വെച്ചു പോകാം. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു, കദാലിക നജ്സിൽ ളാലിമീൻ, ഈ രൂപത്തിലുള്ള ആക്രമണം ചെയ്യുന്ന ആക്രമികൾക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് പ്രതിഫലം കൊടുക്കാറുള്ളത്. അപ്പൊ ഉറപ്പായി അവർക്ക് അങ്ങനെ തന്നെയാണ് പണ്ട് പഠിച്ച ശരീഅത്ത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേരമക്കളാണല്ലോ യാക്കൂബ് നബി, അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ. ആ ശരീഅത്ത് നിയമം അവർക്ക് അറിയാം. അങ്ങനെ വളരെ കൃത്യമായിട്ട് അതിനെ ആ പരിശോധന ആരംഭിക്കാൻ പോകുന്ന ഭാഗമാണ് ഇനി തുടർന്നു കൊണ്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അവരുടെ കെട്ടൊക്കെ പരിശോധിച്ച് ഈ കാര്യം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തുടർന്നു കൊണ്ട് വിവരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുള്ള പാഠങ്ങളും സന്ദേശങ്ങളുമൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തെറ്റിദ്ധാരണകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അള്ളാഹുവിന്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുവാനും ഇതൊക്കെ ഒരു നിമിത്തമായി മാറുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.